സ്വപ്നെ സ്വപ്നെ ആരോ വാതിൽ മുട്ടുന്നു. ആരാ? ഞാനമ്മേ വാതിൽ തുറക്ക്. ബോംബെയിൽ എത്തിയപ്പോ ഒമാൻ എയറിൽ കൺഫർമേഷൻ ഇല്ല. ഗൾഫ് എയർ ആണെങ്കിൽ ഫുൾ. എയർ ഇന്ത്യയിൽ റീഇംബേഴ്സ് ചെയ്യാൻ സാധിച്ചില്ല. ഒക്കെ വിശദമായി നാളെ പറയാം. എനിക്കൊന്ന് കുളിക്കണം, ഒന്ന് ഉറങ്ങണം. നീ വല്ലതും കഴിച്ചോ മോനെ? ഓ, കഴിച്ചു കഴിച്ചു കഴിച്ചു. മൂന്തേട്ടൻ പോയ നാട്ടിലൊന്നും ടെലിഫോൺ ഇല്ലായിരുന്നോ? ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു. ടെലിഫോൺ വിളിക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനോ? അതല്ല, എന്ത് തീരുമാനിക്കണം എന്നുള്ള കൺഫ്യൂഷൻ. എന്ത് തീരുമാനിച്ചാലും ഒന്ന് വിളിക്കാൻ തോന്നാത്തത് മനസ്സിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാ. എത്ര തവണ ഞാൻ ട്രാവൽസ് ചെന്നിരുന്നു. സീത, ഞാൻ പറയുന്നത് എന്താ? ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്തൊക്കെ പ്രോമിസുകളായിരുന്നു. ഒക്കെ നേർക്ക് നേരെ മാത്രം. കൺമുന്നിന്ന് മാറിയപ്പോ സകലതും മറന്നു. അതെ, ഞാനിത് വേണ്ട, എന്നെ തൊടണ്ട. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഫോൺ വിളിക്കാതിരുന്നത്. ഞാനിനി ഗൾഫിലേക്ക് പോകുന്നില്ല. രാഘവന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ എന്ത് സമാധാനത്തിൽ ഞാനവിടെ കഴിയും? ബോംബെയിൽ വെച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. എന്താ പറയാ, ആക്സിഡന്റൽ കോയിൻസിഡൻസ് ആണോ, പ്ലസന്റ് സർപ്രൈസ് ആണോ എന്നൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. മാർക്കറ്റിംഗ് മാനേജേഴ്സ് വാണ്ടഡ്, മിനിമം 5 years എക്സ്പീരിയൻസ് റിക്വയർഡ്. അപ്പൊ തന്നെ STD വിളിച്ചു, MD-യുമായി സംസാരിച്ചു. ഫീൽഡിൽ എന്റെ പരിചയം പറഞ്ഞു. കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇനി കമ്പനി ഏതെന്നറിയണ്ടേ? നീ ജോലി ചെയ്യുന്ന അതേ കമ്പനി. സന്തോഷിക്കാറായിട്ടില്ല. പരസ്യത്തിലൊരു കാര്യമുണ്ട്. കല്യാണം കഴിച്ചവർക്ക് ഈ ജോലിയില്ല. കല്യാണവും ജോലിയും തമ്മിൽ എന്ത് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തനി വട്ടൻ. അല്ലെങ്കിൽ പിന്നെ ഇക്കാലത്ത് എപ്പോഴും ഒരു ജോലിസിനെ കൂടെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫുൾ ടൈം കമ്പനി കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരാളെ ആയിരിക്കും അങ്ങേർക്ക് ആവശ്യം. പെണ്ണും പെടക്കോഴിയൊക്കെ ഉണ്ടാവുമ്പോ അല്പശ്രദ്ധ അങ്ങോട്ട് തിരിയില്ലേ? ഞാൻ ഫോണിൽ കണ്ണടച്ചങ്ങ് കാച്ചി കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഞാനും സീതയും ഓഫീസിൽ പരിചയമില്ലാത്തവരെ പോലെ പെരുമാറിയാൽ മതിയല്ലോ. നീ വിശ്വസിക്കില്ല ഗോവിന്ദൻകുട്ടി, വെരി അട്രാക്റ്റീവ് സാലറി, ഏകദേശം ഗൾഫിൽ കിട്ടുന്നതിന് തുല്യം. എങ്കിൽ പിന്നെ ഒന്ന് നോക്കാനില്ല, പല്ലും നഖവും ഉപയോഗിച്ച് ഈ ജോലി തട്ടിയെടുക്കുക തന്നെ. പക്ഷെ വല്ല വിധേനയും ഈ നാടകം പിടിക്കപ്പെട്ടു പോയാൽ ആ വട്ടം നിന്നെ തട്ടും. അതുകൊണ്ട് തൽക്കാലം ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് സീതയുടെ വീട്ടുകാരെയും നിന്റെ വീട്ടുകാരെയും അറിയിക്കണ്ട. എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ കൊടുത്തേക്ക്. ആ വാ മോളെ. ഹായ് ഡാഡ്, ഹൗ ആർ തിങ്സ് ഗോയിങ് ഓൺ? ആ ഇതാ ഒരു 4 എണ്ണത്തിനെ കിട്ടി. മറ്റവന്മാരെയൊക്കെ പറഞ്ഞു വിട്ടു. ആ ഇത് എന്റെ മകൾ അഖില. ഹായ്. അമേരിക്കന്ന് ചൂടോടെ ഇന്നലെ വന്ന് ഇറങ്ങിയതാ. ഇവള് അവിടെ MBA പഠിച്ചതാ. ഇവളെ ഇംപ്രസ് ചെയ്യിക്കുന്നവൻ ഇവിടെ വാഴും, അല്ലാത്തവൻ പോകും. ഇനി ജാതകം കൂടി പരിശോധിച്ചാ മതി. ജാതകമോ? അതെന്തിന്? മോളെ, നേരിട്ട് കണ്ടാൽ ചിലരുടെ ശരിക്കുള്ള സ്വഭാവം പിടികിട്ടുകയല്ല. ജാതകം കണ്ടാൽ ഉള്ളുകളികൾ മുഴുക്ക ഉടനെ മനസ്സിലാവും. ഡാഡി, ഇയാളാണ് ഡാഡിയെ ഇത്രയും വഷളാക്കിയത്. ഈ കോമാളിത്തരങ്ങൾ കാരണം കമ്പനി ഏതാണ്ട് കുത്തഴിഞ്ഞ മട്ടില്ല. ഐ നീഡ് സംബഡി ടു ഹെൽപ് മീ ടു റിവൈവ് എവറിത്തിങ്. പുതിയ പുതിയ ഐഡിയാസ്, പുതിയൊരു കാഴ്ചപ്പാട്, അതാണ് വേണ്ടത്. ജാതകം ഒന്ന് നോക്കിയിട്ട് തിരിച്ചു കൊടുക്കാം മോളെ. ആദ്യം കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി അറിയുക, പിന്നെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിച്ച് വിശദമായി ഒരു പ്രോജക്ട് റിപ്പോർട്ട്. എന്റെ അഭിപ്രായത്തിൽ തന്റെ അഭിപ്രായം ആരും ഇവിടെ ചോദിച്ചില്ല. നോ ഡാഡി, അയാൾ പറയട്ടെ. പറയട്ടെ, പറഞ്ഞോളൂ. പരമ്പരാഗതമായ മരുന്നുകളുടെ മാർക്കറ്റിലേക്ക് മനുഷ്യന്റെ നിത്യോപയോഗത്തിനുള്ള ചില പ്രോഡക്റ്റുകളും നമ്മൾ ഇറക്കണം. നിത്യോപയോഗം എന്ന് പറഞ്ഞാൽ അരി, പിണ്ണാക്ക് തുടങ്ങിയ സാധനങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അത് പിന്നീടാകാം. ഇവിടെ ഇപ്പൊ മരുന്നുകളാണല്ലോ ഉണ്ടാക്കുന്നത്. മെഡിസിനൽ കോസ്മെറ്റിക്സ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന് നമ്മളിപ്പോ സോപ്പ്. എങ്കിൽ പിന്നെ ചീപ്പും കണ്ണാടിയും കൂടെ ഉണ്ടായിക്കളെ. കൂട്ടത്തിൽ ഉരൽ, ഉലക്ക, തവി. മെഡിസിനൽ സോപ്പ്, അതുപോലെ മെഡിസിനൽ ക്രീം, ലോഷൻ,
എവറിത്തിങ് ആയുർവേദിക്. ഈ പ്രോഡക്ട്സിലൊക്കെ മെഡിസിൻ ചേർത്തിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേര് നമ്മൾ കണ്ടുപിടിക്കണം. യാ ദാറ്റ്സ് ഗുഡ്. മിസ്റ്റർ മുകുന്ദൻ. യാ മിസ്റ്റർ മുകുന്ദൻ ഇത് പറഞ്ഞപ്പോ ഈ പ്രോഡക്റ്റിന് എനിക്കൊരു പേര് സ്ട്രൈക്ക് ചെയ്തു. ഫാർമാക്യാർ. അതുപോരാ. എന്ന് പറയാൻ താൻ ആരാടോ? എന്റെ മോള് പറഞ്ഞ ഈ പാർമ പിന്നെ ആ പേരം കിട്ടാ മതി. യു ഹാവ് എനി സജഷൻ? യെസ്, പേര് പൊതുവെ ലളിതമായിരിക്കണം, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കണം. ഉദാഹരണത്തിന് മെഡി മിക്സ്, മരുന്നുകളുടെ മിശ്രിതം. മെഡി മിക്സ്. കൊള്ളാം, നന്നായിരിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ പ്രോജക്ട് റിപ്പോർട്ടാണ്. നിനക്കൊന്നും ഒരു ഐഡിയാസും ഇല്ലേടോ? ഒരാഴ്ചക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാം സർ. ഓക്കെ, റിപ്പോർട്ടുമായി വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം, റൈറ്റ്? അല്ല, നിങ്ങളുടെയൊക്കെ ജാതകം വേണ്ടേ? നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് അറിഞ്ഞാൽ ആ ഫൽഗു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് വേറൊരുത്തനുമായിട്ട് നീ ലവ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഓ അതാണല്ലേ ഈയിടെ ഫൽഗുണൻ ചേട്ടൻ ഓരോ ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നത്. എനിക്ക് ആരെങ്കിലുമായിട്ട് ലവ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തുമാത്രം ക്ലോസ് ആയ ലവ് ആണ്, നിങ്ങൾ തമ്മിൽ ചുംബിച്ചിട്ടുണ്ടോ, മാക്സിമം എത്രമാത്രം ഡീപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മറുപടി ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അത് നന്നായി. തൽക്കാലം നമ്മുടെ കാര്യം ആ വിദ്യാസിനെ അറിയണ്ട. ഇതൊരു ഇരട്ട വീടായതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പണ്ട് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിൽ പിണങ്ങി പിരിഞ്ഞു. പക്ഷെ പുരയിടം രണ്ടുപേരുടെയും പേരിലായിരുന്നു. അതുകൊണ്ട് വീടിനെ രണ്ടായി ഭാഗിച്ച് അവർ താമസമാക്കി. വയസ്സുകാലത്ത് പിണക്കം തീർന്നപ്പോ ചുവര് വെട്ടിപ്പൊളിച്ച് നടുക്കൊരു ഡോർ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഒക്കെ. ആ ഡോർ അടച്ചാൽ ഇപ്പോഴും ഇത് രണ്ട് വീടാ. ഈ പോർഷനിൽ ഞാൻ, ആ പോർഷനിൽ നിങ്ങൾ. എന്ത് പറയുന്നു? എന്താ ഇത്ര ആലോചിക്കാൻ? ഇക്കാലത്ത് വാടക കൊടുക്കാതെ ഒരു വീട് കിട്ടാന്ന് വെച്ചാൽ? പിന്നെ ഓസിന് താമസിക്കുന്നതിൽ ചമ്മലുണ്ടെങ്കിൽ ഞാനൊരു പരിഹാരം പറയാം. നിങ്ങൾ ചോറിന് അരിയിടുമ്പോ ഒരു നാഴി അരി ഈ ആരോരും ഇല്ലാത്തവനൂടി ഇട്ടേക്ക്. അമ്മ മരിച്ചേ പിന്നെ സ്ഥിരം ഹോട്ടലാ, അത് ഒഴിവാക്കല്ല. ഓ അതൊന്നും സാരമില്ല. എന്നാര് പറഞ്ഞു? ഇവൻ തിന്നുന്നത് നീ കണ്ടിട്ടില്ലല്ലോ. കണക്ക് നോക്കുമ്പോ ഒടുവിൽ മറ്റൊരു വാടക വീട് നോക്കുന്നതായിരിക്കും ചിലപ്പോ ലാഭം. ഒന്ന് ചുമ്മാതിരി മൂന്നേട്ടാ. അല്ല, അവൻ പറഞ്ഞതിൽ സത്യമുണ്ട്. ഞങ്ങൾ അബുദാബിയിലായിരുന്നപ്പോ ഓണക്കാലത്തെ തീറ്റ മത്സരത്തില് എന്നും എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. എന്റെ ഈശ്വര, എങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലം നോക്കിക്കൊള്ളാം. പേടിക്കണ്ട, ഉണ്ടെന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പെന്നവൻ അറിഞ്ഞാൽ മതിയല്ലോ. ഓക്കെ കോയിന്നുകൂട്ടി, ട്രെയിനിന് സമയം. ശരി, ഞങ്ങൾ വീട്ടിൽ പോയി പെട്ടിക്കിടക്ക സാമാനങ്ങളൊക്കെ ആയിട്ട് ഉടനെ ഇങ്ങോട്ട് തിരിച്ചെത്താം. റൈറ്റ്? ഓക്കെ. റെയിൽവേ സ്റ്റേഷൻ പോട്ടെ. ഓക്കെ ഓക്കെ. എന്നാലും അല്ല ഫൽഗു, നീ സേലത്തേക്ക് മടങ്ങി പോയില്ലേ? ഉടനെ പോകും. ഗോവിന്ദൻകുട്ടി, നീ എന്നെ രക്ഷിച്ചതാ. അതിന് നന്ദി പറയാൻ ഞാൻ പോകുന്നത്. ഗായത്രി ചില്ലറക്കാരിയല്ല. നീ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് ഭയങ്കരിയാണ് അവൾ. ബോധ്യായല്ലോ? ആ, നീ പറഞ്ഞില്ലേ അവൾക്കൊരു കാമനാണെന്ന്? അല്ലടാ, അവൾക്ക് പല കാമുകന്മാരാ. പറവൂര്, ആലുവ, മട്ടന്നൂര്, ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി തുടങ്ങിയ കേരളത്തിലെ പ്രശസ്തമായ എല്ലാ സ്ഥലങ്ങളിലും അവൾക്ക് ഓരോ കാമുകന്മാർ വെച്ചുണ്ട്. അത്രയൊക്കെ ഉണ്ടോ? ഉണ്ടടാ. നിനക്ക് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കേൾക്കണം. അവൾ 4 പ്രസവിച്ചതാണ്. അവളുടെ 4 കുട്ടികളും 5 അനാഥാലയങ്ങളായി വളരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. നീ ഒരു പാവത്താൻ, ഞാനെല്ലാം അറിഞ്ഞു. പക്ഷെ ഇതറിഞ്ഞത് മുതൽ എന്റെ മനസ്സിനെ മറ്റൊരു ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണായി പോയി. പുറത്തുള്ള ആരും അവൾ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. നമ്മൾ വേണ്ട ത്യാഗം ചെയ്യാൻ. അതുകൊണ്ട് ഗായത്രിയെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. എന്താ നിന്റെ മുഖം വല്ലാതായത്? ഒന്നുമില്ല. അത് വേണോ ഫൽഗു? എന്താ? അല്ല, നീ സേലത്ത് വലിയ പൊസിഷനിൽ കഴിയല്ലേ, അതുകൊണ്ട് കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ അവളങ്ങ് കെട്ടിക്കോളാം. എനിക്കിവിടെ വലിയ നല്ല പേരൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ കെട്ടിക്കോളല്ലേ? അല്ല, അങ്ങനെ പോയല്ല. ഗോവിന്ദൻകുട്ടി, 18 അടവും പയറ്റിട്ടാ സേലത്ത് നിങ്ങട് വന്നത്. ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല. നിന്റെ ട്രാവൽ ഏജൻസിന്റെ അടുത്ത് ഞാനൊരു ട്രാവൽ ഏജൻസി തുടങ്ങും. ആ കഥയാ വഞ്ചക, നിന്നെ കൊണ്ട് കുത്തുവാളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സേലം ഫൽഗു നല്ലടാ. എന്നാ നിന്റെ പേര് മാറ്റാൻ തയ്യാറായിക്കോ. നമുക്ക് കാണാം. 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 ആ